ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഇടയ്ക്കിടയ്ക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. ഇത് ഇടയ്ക്കിടെ വൈറലാവും, വർഷത്തിൽ വൈറലാവും. കാര്യം ഇത് അത്രയും ടേസ്റ്റാണ്. തിരമിസു. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സിമ്പിളാണ്. ഈ തിരമിസു ശരിക്കും ഒരു ഇറ്റാലിയൻ ഡിസേർട്ടാണ്. ഇത് ഉണ്ടാക്കില്ലേ ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ സവാഡി എന്ന് പറഞ്ഞ ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. ഈ ബിസ്ക്കറ്റ് നമുക്ക് എല്ലായിടും ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പണ്ടെല്ലാണെങ്കിൽ നമ്മളെ നാട്ടിൽ അത്ര അവൈലബിൾ ഒന്നുമല്ല, പക്ഷേ ഇപ്പോൾ എല്ലായിടും കിട്ടും. ഓൺലൈനിൽ കിട്ടും, ആമസോണിലല്ലെങ്കിൽ വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് തിരാമിസു കിട്ടുന്നത്. പിന്നെ ഇത് ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ ഒത്തൻറ്റിക് ടേസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ പച്ചമുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഈ ഡിസേർട്ടിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഭയങ്കര കുറവാണ്. പക്ഷേങ്കിൽ ഈ ഒത്തൻറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മുട്ടൻ്റെ മഞ്ഞയും വൈറ്റും എല്ലാം പച്ച അങ്ങനെ തന്നെ വിപ്പ് ചെയ്തിട്ട് എന്താ പറയുക ക്രീമിൽ ആഡ് ചെയ്ത് അങ്ങനെയെല്ലാം ഉണ്ടാക്കുക. പക്ഷേങ്കിൽ നമുക്കത് എത്ര സെറ്റ് ആവില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ തോന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചെറിയ ചേഞ്ചസ് ഉള്ള കുറച്ചും കൂടി ഒത്തൻറ്റിക് അല്ലാത്ത കുറച്ച് ഡിഫറൻസ് ഉള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ ഇത് അത്രയും ടേസ്റ്റാണ്. ഫസ്റ്റ് നമുക്കൊരു കോഫി ഉണ്ടാക്കണം. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തതിന്. നല്ല ക്വാളിറ്റിയുള്ള കോഫി പൗഡർ എടുക്കുക, എന്നാൽ ഈ ഐറ്റത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 ടീസ്പൂൺ നിറച്ചിട്ടിട്ട് അതിൽ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ സാധാ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് അതിൽ കോഫി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും മതി. അത്യാവശ്യം കടുപ്പുള്ള കോഫി ഉണ്ടാക്കണേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ആക്കണം. ഓവർ മധുരം വേണ്ട. നമ്മൾ ബിസ്ക്കറ്റിനും ലൈറ്റൊരു മധുരം ഉണ്ടാവും. അപ്പം മധുരം കൂടിപ്പോയാൽ ഈ ഐറ്റത്തിന് ഭയങ്കരമായിട്ട് മധുരമായി പോട്ടാ. ലൈറ്റ് മധുരമുള്ളൊരു ഡിസേർട്ടാണിത്. നമുക്ക് എത്ര വേണമെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാം. എത്ര മധുരം ഓവറായിട്ട് ഉണ്ടാകുന്നതല്ല. ഇനിയിപ്പോൾ ഈ കോഫി ഒന്ന് തണുക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട 3 മുട്ടയാണ്. ഈ മുട്ടൻ്റെ മഞ്ഞ മാത്രമേ നമ്മൾ യൂസ് ആക്കുന്നുള്ളൂ, എഗ് യോക്ക് മാത്രം. ഞാൻ പറഞ്ഞില്ലേ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പിയിൽ മുട്ടൻ്റെ വൈറ്റും യെല്ലോവും യൂസ് ആക്കും. മുട്ടൻ്റെ വൈറ്റ് വെച്ചിട്ടാണ് ക്രീം ആക്കുക. പക്ഷേ നമ്മൾ ക്രീം വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം മുട്ടൻ്റെ മഞ്ഞ മാത്രം മതി. പിന്നെ ഈ ഒരു ഐറ്റത്തിൽ മുട്ടൻ്റെ മഞ്ഞ യൂസ് ചെയ്തതിന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല കസ്റ്റേർഡിൻ്റെ പോലത്തെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ മുട്ടൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതുകൊണ്ട് മുട്ട കാണുമ്പോൾ ഉണ്ടാക്കണ്ടേന്നൊന്നും വിചാരിക്കണ്ട. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആദ്യമെല്ലാം ഞാനും പുഡിങ്ങിൽ മുട്ടൻ്റെ യെല്ലോ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടാവലുണ്ട്, സ്മെല്ലുണ്ടാവുമോ, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമോ എന്നെല്ലാം. പക്ഷേങ്കിൽ മുട്ടൻ്റെ യെല്ലോ വെച്ചിട്ടാണ് നല്ല കസ്റ്റർഡ് ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ കസ്റ്റർഡിൻ്റെ തന്നെ ഏകദേശം ഒരു ടേസ്റ്റ് വരും കേട്ടോ. പക്ഷേങ്കിൽ ഈ തിരാമിസുവിന് കസ്റ്റർഡിൻ്റെ ടേസ്റ്റൊന്നുമല്ല, ഇതിൽ വേറെ തന്നെ ഒരു ടേസ്റ്റ്, നല്ലൊരു റിച്ച് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞ് എനിക്ക് ഡൗട്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ് സ്മെല്ല് ഉണ്ടാവുന്നെല്ലാം. അപ്പോൾ ഇതാ ഞാൻ മുട്ടൻ്റെ യെല്ലോ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിന്. ഇനി ഇതാ ഇങ്ങനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്കൊരു പാത്രം വെക്കുക. എന്നിട്ട് മുട്ടൻ്റെ യെല്ലോ മാത്രം അതിലേക്ക് ഇട്ടിട്ട്, മുട്ടൻ്റെ വൈറ്റ് നമ്മൾ യൂസ് ആക്കുന്നില്ല, അത് ഞാൻ മാറ്റി വെച്ച് ഈ റെസിപ്പിയിലേക്ക് മുട്ടൻ്റെ വൈറ്റ് വേണ്ട. ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യണേ. എന്നിട്ട് ഇതിലേക്കും 2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ നല്ല കസ്റ്റേർഡ് പോലെ ആയിട്ട് വരും. പിന്നെ ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കണം. അടിയിലെ വെള്ളം തിളക്കണേ. തിളച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഇതിൻ്റെ ടെക്സ്ചറെല്ലാം മാറി നല്ല തിക്കായി വരുന്നുണ്ട്. എഗ് യോക്ക് മെല്ലെ കുക്കാവും. ഫുൾ കുക്കാവണ്ട. ഇതുപോലെ നല്ല ചൂടായി ഒരു എന്താ പറയുക ഇങ്ങനെ കട്ടിയിൽ കസ്റ്റേർഡ് പോലെ ആയി വരും. ആ സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരു 5 മിനിറ്റ് വേണ്ട വരും കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് പുറത്തേക്ക് വെച്ചാലും തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പം ഞാൻ കാണിച്ച ആ ടെക്സ്ചർ ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം ചീസാണ്. ഇത് ഏകദേശം ഒരു 150 ഗ്രാമോളം ഉണ്ടാവുക. എനിക്ക് വേണമെങ്കിൽ 100 to 200 ഗ്രാമിൻ്റെ ഇടയിൽ എത്രയായാലും എടുക്കാം. ക്രീം ചീസ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതാ ഈ ഒരു ബ്രാൻഡിൻ്റെ ഇങ്ങനത്തെ ക്രീം ചീസാണ് എടുത്തത്. ഏത് ബ്രാൻഡിൻ്റെ ഏത് ക്രീം ചീസ് ആയാലും എടുക്കാം. ഞാൻ ഏകദേശം 150 ഗ്രാമോളം എടുത്ത് 100 മുതൽ 200 ഗ്രാം വരെ എടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഈ തിരാമിസുവിൽ മാസ്കപ്പോണെ എന്ന് പറഞ്ഞൊരു ചീസാണ് യൂസ് ആക്കുക. അപ്പോൾ അതെല്ലാവർക്കും കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ക്രീം ചീസ് യൂസ് ആക്കിയത്. പക്ഷേ എങ്കിൽ ടേസ്റ്റിൽ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. അപ്പോൾ ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീമാണ്. ഈ വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ മധുരമൊന്നും ഇതിലേക്ക് ആഡ് ആക്കുന്നില്ല. ഈ ഒരു ഐറ്റം കൂടി മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ആവശ്യമില്ല. പറഞ്ഞ പോലെ ബിസ്ക്കറ്റ്, മുട്ടൻ്റെ യെല്ലോ, പിന്നെ വിപ്പിംഗ് ക്രീം,
ചീസ്, കോഫി പൗഡർ, ഇത്രയും ഐറ്റംസ് ആവശ്യമുള്ളൂ. പിന്നെ ഇത് സ്റ്റിഫ് പീക്കല്ല, സോഫ്റ്റ് പീക്കാണ് വേണ്ടത്. സ്റ്റിഫ് ആവേണ്ട, സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത് എന്താ പറയുക ബീറ്റ് ചെയ്തെടുക്കേണ്ട. ഇതേപോലെ വേണം ഉണ്ടാവാൻ, സ്റ്റിഫ് ആവാനേ പാടില്ല കേട്ടോ. എന്താ പറയുക, ഈ നമ്മൾ സ്പൂണിലെല്ലാം കോരി എടുക്കുമ്പോൾ ഡ്രോപ്പ് ആവണം, വീഴണം. പക്ഷെ ഭയങ്കര ലൂസ് ആവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഐറ്റംസ് എല്ലാം റെഡിയായി. പിന്നെ ഈ ഒരു ക്രീമിന് ഭയങ്കര ടേസ്റ്റാണ്. കാര്യം ക്രീം ചീസ് ഇടുന്നതുകൊണ്ട്. ക്രീം ചീസ് കൂടുതലിട്ടാൽ കുറച്ചും കൂടി നല്ല റിച്ച് ടേസ്റ്റ് ഉണ്ടാവും. മുട്ടൻ്റെ ഈ മഞ്ഞൻ്റെ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഇതിലേക്ക് വരില്ല. എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബാഡ് ടേസ്റ്റ് ഒന്നും വരില്ല എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീം ഇങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. കൂടുതൽ മധുരം ഉണ്ടാവില്ല. ഈ സെയിം മെത്തേഡിൽ നമുക്ക് വേറെ ഡിസേർട്ട്സ് ഉണ്ടാക്കാനും ഇങ്ങനത്തെ ക്രീം ഉണ്ടാക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റായി. ഞാൻ കോഫി ഉണ്ടാക്കി വെച്ച കോഫി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുത്തേനെ. ഇനിയിപ്പോൾ ഈ ഒരു ട്രേയിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ചിട്ട് കോഫിയും ക്രീമും എല്ലാം ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൈസ് അങ്ങനെ കാണിച്ചേട്ടാ. ഇനിയിപ്പോൾ ഈ തണുത്ത കോഫിയിലോട്ട് നമ്മൾ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യണം. ഒരു 4 സെക്കൻഡ്, 3 to 4 സെക്കൻഡ് വരെ ഡിപ്പ് ചെയ്ത് വെക്കുക. കോഫി തണുപ്പിക്കണം എന്ന് പറയാൻ കാരണം ചൂടുള്ള കോഫിയിൽ നമ്മൾ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് സോഗിയായി പോവും, എന്താ പറയുക, ഒടിഞ്ഞെല്ലാം പോവും. അതുകൊണ്ടാണ് തണുത്ത കോഫി എന്ന് പറഞ്ഞത്. കോഫി തണുപ്പിക്കണം എന്ന് പറഞ്ഞത് അതെന്തായാലും ചെയ്യേണ്ട സ്റ്റെപ്പാണ്. ചൂടുള്ള കോഫിയിൽ ഒരിക്കലും ഡിപ്പ് ചെയ്യാറ് ഈ ഒരു സ്വീറ്റിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും എല്ലാം മാറും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് ക്രീം ലെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു മീഡിയം തിക്നെസ്സിൽ ലെയർ ചെയ്ത് കൊടുക്കണം. ഭയങ്കര തിന്നാവാൻ പാടില്ല. പിന്നെ ഇത് നമുക്കൊരു 2 ലെയറായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വേണമെങ്കിൽ 3 ലെയർ വരെ ആക്കാം. മിനിമം 2 ലെയർ എന്തായാലും ചെയ്യണം കേട്ടോ ഈ തിരാമിസു ചെയ്യുമ്പോൾ. ഇനി ഈ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഒരിക്കലും കൂടി ഇങ്ങനെ തന്നെ കോഫിയിൽ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് നിരത്തി കൊടുക്കുക. അതിൻ്റെ മേലേക്ക് പിന്നെയും ക്രീം സ്പ്രെഡ് ചെയ്യുക. ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കുമ്പോൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം വെക്കാൻ. ഓവറായിട്ട് ഡിപ്പ് ചെയ്യണ്ട, എന്നാൽ പെട്ടെന്ന് ഡിപ്പ് ചെയ്തെടുക്കാനും പാടില്ല കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ മേലെയെല്ലാം നല്ലോണം ഒന്ന് ഈവനായിട്ട് ക്രീം ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ലേ. ഇതിൻ്റെ മേലേക്ക് ലാസ്റ്റ് കൊക്കോ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കൊക്കോ പൗഡറാണ് പൊതുവേ ഇടുക, അതല്ലെങ്കിൽ വേണമെങ്കിൽ കോഫി പൗഡർ തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. കൊക്കോ പൗഡറാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ ഇതൊരു മിനിമം 2 to 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം, കുറഞ്ഞത്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഭയങ്കര ലുക്കുമാണ് കാണാൻ, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. ഇതുവരെ തിരാമിസു ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് കോഫി ലവേഴ്സെല്ലാം ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് തന്നെ കൂടുതൽ മധുരമൊന്നും ഇല്ലാത്ത ഒരു ഡിസേർട്ട് എല്ലാം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്തുകൊണ്ടാണ് കുറച്ചെങ്കിലും ലെങ്തായിട്ട് തോന്നിയത്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്. മസ്റ്റ് ട്രൈ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ കഴിഞ്ഞിട്ടില്ല, കാരണം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക. ഞാൻ 7 lakh സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സ്പെഷ്യൽ ഗിവ് അവേ അല്ലാണ്ട് അന്ന് കിട്ടാത്തവർക്കും വേറൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടില്ലേനെ. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സാധാരണ പോലെ തന്നെ ആ വീഡിയോൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കറിലാണ് ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ രണ്ടാമതും ഇങ്ങനെ ഒരു ഗിവ് അവേ വെക്കാൻ കാരണം സാധാരണ ഞാൻ ഓരോരോ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഗിവ് അവേ വെക്കുള്ളൂ. രണ്ടാമതും വെക്കാൻ കാരണം ഓരോ ഗിവ് അവേസും കഴിയുമ്പോൾ ഇല്ലേ എന്താ പറയുക, ഈ പ്രൈസ് കിട്ടാത്തവരോട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നും. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും കൂടി വെച്ചത്. അപ്പോൾ ഇതിലും കിട്ടാത്തവരോട് എനിക്ക് പറയാനുള്ള, ഇൻഷാല്ല നെക്സ്റ്റ് നമുക്ക് 8 lakh സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നോക്കാം ഇൻഷാല്ല. അപ്പോൾ കമൻറ്റ്സ് ലോഡ് ആവുന്നുണ്ട്. ടോട്ടൽ 4000 സംതിങ് കമൻറ്റാണ് ആ ഒരു വീഡിയോക്ക് വന്നതിന് ഓരോ വിന്നേഴ്സിനായിട്ട് പിക്ക് ചെയ്യുക. ഫസ്റ്റ് വിന്നർ ഐഷ നൗഷാദാണ്.
സെക്കൻഡ് വിന്നർ സാഹിറ. പിന്നെ വിന്നേഴ്സായവർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഞാനാണ് വിന്നർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം. പിന്നെ ഹാഫില CK ആണ് തേർഡ് വിന്നർ. ഫോർത്ത് വിന്നർ സമദാണ്. ഫിഫ്ത്ത് വിന്നർ റസീന ആണ്. കഴിഞ്ഞ ഗീവ് അവേയിൽ എൻ്റെ പേരില്ല എന്നാണ് റസീന കമൻറ്റ് ചെയ്തിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ് എല്ലാ വിന്നേഴ്സിനും. ഞാൻ പ്രൈസ് മണി 5 ആൾക്കായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ബൈ ബൈ. നല്ല